നമ്മുടെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലാണ്, നമ്മളതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല. സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരു വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ 5 ആൾക്കും സ്മാർട്ട് ഫോൺ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ എല്ലാ മേഖല അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അത്യാവശ്യത്തിനൊരു ഫോൺ വന്നാൽ ഫോണിൽ എടുത്ത് കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അടുത്തൊരു റീല് വന്നിട്ടുണ്ടാവും. നമ്മൾ ആ റീല് നോക്കുന്നു. അങ്ങനെ നമ്മളറിയാതെ നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ഫോട്ടോ എടുക്കൽ ഇത്തരം സാധനങ്ങളൊക്കെ ഇബ്ലീസാണ്, ശൈത്താനിയത്താണെന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്ന ഒരുപക്ഷെ നമ്മുടെ വിഭാഗത്തുകളെ നമ്മുടെ സമയങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുന്നുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കും. ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന സംഭവം പുതിയ കാലഘട്ടത്തിലെ വിഷയങ്ങളെ പലരും പറയുന്നൊരു സംഭവമാണ്. ദാമ്പത്യത്തെ സോഷ്യൽ മീഡിയ റീലുകൾ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇസ്ലാമിക ദാമ്പത്യങ്ങൾ ഇതിലൂടെ തകരുന്നു. ഉസ്താദിന് ഈ വിഷയത്തോടുള്ള അഭിപ്രായം എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു കാണിച്ചു തന്ന ഒരു പ്രവർത്തനമാണ് കുടുംബജീവിതം, വൈവാഹിക ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിന്നാണ് കുടുംബജീവിതം എങ്ങനെയൊക്കെയാണ് എന്നത് മനസ്സിലാക്കേണ്ടത്. ഒരല്പസമയം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരുമിച്ച് കുടുംബജീവിതം നയിച്ച ഒരു സ്ത്രീക്ക് മറ്റൊരാളുമായി പിന്നീട് വൈവാഹിക ജീവിതത്തിന് കഴിയില്ല എന്നതാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മറ്റൊരാൾ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവരാനുണ്ടായ കാരണം. അത്രയും സംതൃപ്തമായ ദാമ്പത്യ ജീവിതമായിരുന്നു നബിയും ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹും നടത്തിയിട്ടുള്ളത് എന്ന് കാണാം. അപ്പോൾ ഈ ഒരു വസ്തുത മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. റീൽസുകളും അഭിനയങ്ങളും റിയൽ ലൈഫുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്ന് റിയൽ ലൈഫിനെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് റീൽസുകളും അഭിനയങ്ങളും മാറിയിട്ടുണ്ട്. അതിനൊരു കാരണം റീൽസുകൾ അതുപോലെ അഭിനയങ്ങൾ എന്നിവ തയ്യാറാക്കുന്ന ആളുകൾ മനുഷ്യൻ്റെ അൺകോൺഷ്യസിനോട് സംസാരിക്കുന്ന തരത്തിൽ തയ്യാറാക്കുന്നു എന്നതാണ്. മനുഷ്യൻ്റെ കോൺഷ്യസും അൺകോൺഷ്യസും തമ്മിലൊരു വ്യത്യാസം. കോൺഷ്യസിൽ നമുക്കിത് അഭിനയമാണ് എന്നറിയുമെങ്കിലും അൺകോൺഷ്യസിന് ഒറിജിനലും അഭിനയവും ഒരുപോലെ ഫീൽ ചെയ്യുന്നു എന്നതാണ്. ഇപ്പോൾ ഒരു സീരിയൽ കാണുന്ന ആൾ ഒരു സീരിയൽ കാണുമ്പോൾ അത് അഭിനയമാണെന്നറിഞ്ഞാൽ പോലും കരയേണ്ട ഒരു രംഗം എത്തുമ്പോൾ കരയുന്നു. സത്യത്തിൽ അത് അഭിനയമാണെന്ന് അറിയാത്തത് കൊണ്ടല്ല, ഇത് അൺകോൺഷ്യസിനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നതാണ്. അപ്പോൾ വളരെ മനഃശാസ്ത്രപരമായ പറ്റിക്കൽ എന്ന് പറയാവുന്ന തരത്തിലാണ് റീൽസുകളും അതുപോലെയുള്ള പീസുകളും കട്ടിങ്ങുകളും ഒക്കെ ഇന്ന് വളരെ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ എൻ്റർടൈൻമെൻറ്റ് എന്ന പേരിൽ കാണുന്ന പലതും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അതായത് ഒരാളൊരു നോവൽ വായിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് എടുക്കുക. നോവൽ വായിക്കുമ്പോൾ വായന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് നോവലാണ് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായി സങ്കല്പമാണ് അന്ന്. പക്ഷെ ആ നോവൽ വായിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇതുപോലെ എല്ലാ കാര്യങ്ങളും. അപ്പം നമ്മൾ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ നിലയിൽ വീക്ഷിക്കുന്നത് പോലും ഒരു ഇസ്ലാമികമായ അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങളുള്ള എൻ്റർടൈൻമെൻറ്റുകൾ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. നമ്മളെന്തായാലും നേരത്തെ സലാമൊക്കെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ ലോകത്താണുള്ളത്, സ്മാർട്ട് ഫോണിൻ്റെ ലോകത്താണുള്ളത്. പ്രത്യേകിച്ച് എല്ലാവരും കാഴ്ചകൾക്ക് പ്രാധാന്യമുള്ള വിഭാഗമായി മാറിയിട്ടുണ്ട്. മുമ്പൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മതപഠന ക്ലാസ്സിന് ചെന്നാൽ പുരുഷന്മാർ മുമ്പിൽ ഇങ്ങനെ കാണുന്നിടത്തിരിക്കും, അതിൻ്റെ ബാക്കിലൊരു മറ വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് സ്ത്രീകളിരിക്കും. അന്ന് സ്ത്രീകൾക്കത് മതിയായിരുന്നു, കാരണം അവർ കേൾവിക്ക് പ്രാധാന്യം നൽകുന്ന വിഭാഗമായിരുന്നു. പിന്നെ ഇവിടെ ആളുകൾ ക്ലാസ് എടുക്കുമ്പോൾ സ്ക്രീന് മറ ഉണ്ടെങ്കിൽ ആ മറൻ്റെ അപ്പുറത്ത് വലിയൊരു ബിഗ് സ്ക്രീൻ വെച്ച് കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് മാറി. കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകളെല്ലാവരും ആ തരത്തിലേക്ക് മാറിയതിനാൽ നമ്മൾ മാറ്റത്തിനെതിരെ കണ്ണടച്ചിട്ട് കാര്യമില്ല, അതിനെങ്ങനെ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ നമ്മൾ കാര്യമുള്ളൂ. അതുകൊണ്ട് ധാർമ്മിക മൂല്യമുള്ള പ്രഭാഷണങ്ങൾ, ധാർമ്മിക മൂല്യമുള്ള വിഷയങ്ങൾ ഒക്കെ കാണുക, അത് മാത്രമായി കാണുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിടുക. കാരണം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചാണ്. ഇപ്പോൾ AI ടെക്നോളജിയാണ് ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മുടെ ടേസ്റ്റ് എന്താണ് എന്ന് നമ്മളുടെ മുമ്പേ AI മനസ്സിലാക്കുകയും അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു.
താല്പര്യമില്ലാത്തതോ കാണേണ്ടാത്തതോ ആയ സംഗതിയാണെങ്കിൽ ആദ്യം തന്നെ ഡിസ്ലൈക്ക് ചെയ്ത് കളയാം. അങ്ങനെ 2 3 ഡിസ്ലൈക്ക് ചെയ്യുന്നതോടുകൂടി അത്തരം സാധനങ്ങൾ നമ്മളിലേക്ക് വരാതെയാകുന്നു. മൂല്യമുള്ളതാണെങ്കിൽ, ധാർമ്മികതയുള്ളതാണെങ്കിൽ, ഇസ്ലാമികമായ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ അത്തരം ഉപകാരപ്രദമായ സാധനങ്ങൾ മാത്രം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്ന ഒരു തരത്തിലേക്ക് മാറ്റി എടുക്കണം. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും അഭിനയം എന്ന് പറയുന്നത് റിയൽ ലൈഫല്ല. കുടുംബജീവിതം അഭിനയിച്ച് കയ്യടി വാങ്ങിയ പലരും സ്വകാര്യ ജീവിതത്തിൽ വളരെ പരാജയങ്ങളിലാണ് എന്ന് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് അഭിനയം ഒരിക്കലും റിയൽ ലൈഫല്ല. റിയൽ ലൈഫ് അഭിനയിക്കണമില്ല. ഞാൻ നേരത്തെ നമ്മളൊരു എപ്പിസോഡിൽ പറയേണ്ടായിട്ടുണ്ട്, വൈവാഹിക ജീവിതം ഉദാഹരണമായിട്ട് എടുത്താൽ വിജയം 98%, പരാജയം 2%. പക്ഷേ 2% ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു. ആ 2%മാണ് റിയലായിട്ട് വരുന്നത്. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനോടോ ഒരു ഭർത്താവ് ഭാര്യയോടോ നല്ല നിലയിൽ സംസാരിക്കുന്നത് അധികവും റിയലാകുന്നില്ല. അതേസമയത്ത് കോമഡി ആവണമെങ്കിൽ നല്ലതല്ലാതെ ആവണം എന്ന കാഴ്ചപ്പാടിലാണ് റീലുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ലതല്ലെന്ന് തോന്നിയാൽ ഡിസ്ലൈക്ക് ചെയ്തിടുകയും നല്ലതിനെ മാത്രം സബ്സ്ക്രൈബ് ചെയ്തിടുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറും.